സന്തോഷമുണ്ട് ജോലി കിട്ടിയതിൽ. ഇനി മുന്നോട്ട് അവസാനം വരെ ഒരു ഇതായല്ലോ, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ ഇത് കാണാൻ എൻ്റെ ഇച്ഛാനില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് എനിക്ക്. എല്ലാവർക്കും സന്തോഷമായി, ഫാമിലിയിൽ റിലേറ്റീവ്സിനൊക്കെ ഭയങ്കര സന്തോഷമായി. എനിക്കിങ്ങനെ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ഞാൻ വയനാട്ടിൽ തന്നെയാണ് നിൽക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അതിനനുസരിച്ചും കൂടെ ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. കേരളത്തിന്റെ നോവായി മാറിയ ശ്രുതിക്ക് ഇപ്പോൾ സർക്കാർ ജോലി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് മന്ത്രി ഒരു വാഗ്ദാനത്തിൽ ഒതുക്കിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി ശ്രുതിക്ക് ജോലി കൊടുക്കുമെന്നുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. വളരെ സ്വാഗത അർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ശ്രുതി അനുഭവിച്ചിട്ടുള്ള വേദനകളെ കേരളത്തിന്റെ മൊത്തത്തിൽ ഒരു നോവായിട്ട് മാറിയിരുന്നു. ഇപ്പൊ ശ്രുതിയുടെ പ്രതിശുദ്ധ വരന്റെ മരണത്തോടനുബന്ധിച്ചിട്ടായിരുന്നു ശ്രുതി ഇത്രത്തോളം കേരളത്തിന്റെ നോവായി മാറിയിരുന്നത്. മുണ്ടക്കയിലും ചൂരന്മലയിലും ഉണ്ടായ ദുരന്തത്തിൽ ശ്രുതിയുടെ അച്ഛനും അമ്മയും സഹോദരിയും അടക്കം 9 പേരാണ് നഷ്ടമായത്. അതിനെ തുടർന്ന് ആകെ തളർന്നിട്ടുള്ള ശ്രുതിയെ ചേർത്ത് നിർത്തിയത് ശ്രുതിയുടെ പ്രതിശുദ്ധ വരനായ ജിൻസനായിരുന്നു. പിന്നീടാണ് ജിൻസന്റെ അപകട മരണത്തെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ ശ്രുതി കേരളത്തിന്റെ നോവായിട്ട് മാറിയിരുന്നത്. ഏതായാലും സർക്കാർ ശ്രുതിക്ക് വാഗ്ദാനം ചെയ്ത ജോലി കൊടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ശ്രുതിനെ പോലെയുള്ള കുണ്ടക്കയിലും ചൂരന്മലയിലും ദുരന്തത്തിന് ഇരയായവർക്ക് ഒരു പുനരധിവാസം എന്ന നിലയിലുള്ള വീട് വെച്ചുമൊക്കെ കൊടുക്കുമെന്ന് സർക്കാരിന്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതും ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് ഈ അവസരത്തിൽ വിശ്വസിക്കാം. തീർച്ചയായിട്ടും മുണ്ടക്കയിലും ചൂരന്മലയിലും ഒറ്റപ്പെട്ടുപോയ തീർത്തും അനാഥരായ കുട്ടികൾ പോലുമുണ്ട്. അവരെയും ചേർത്ത് നിർത്താൻ നമ്മുടെ അധികാരികൾ മുന്നോട്ട് വരണമെന്നാണ് ഈ അവസരത്തിൽ വിനീതമായി ആവശ്യപ്പെടാനുള്ളത്.